ഇന്ന് ഞങ്ങൾ സ്പെഷ്യൽ ഉണ്ടാക്കാൻ പോവാണ്. പണ്ടത്തെ വാട്ടക്കപ്പ. പണ്ട് ഞങ്ങളൊക്കെ ചെറുതാകുമ്പോൾ ഉണ്ടാക്കിയത്. ഇപ്പം എവിടെയും കാണാനില്ല സാധനം. കഴുകി വാരിയാണത്. വെള്ളത്തിലിട്ട് കുതിർത്തി ആദ്യം എന്നിട്ട് നല്ലോണം കഴുകി വാരണം. കുക്കറിലിട്ട് ഒരു 5-6 വിസിൽ കൊടുത്ത് വേവിക്കുക. ഈ വാട്ടക്കപ്പ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? നമ്മൾ കപ്പ തന്നെയാണ് സംഭവം. അത് ആദ്യം വേവിച്ച് എന്നിട്ടൊന്ന് ഉണക്കി വീണ്ടും അത് വെള്ളത്തിലിട്ട് കുതിർത്തി ഉണ്ടാക്കുന്ന സാധനമാണത്. നമ്മൾ കപ്പ തന്നെയാണ് സാധനം. ഇതെന്തിനങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ഒരുപാട് വർഷങ്ങളോളം ഇങ്ങനെ ഇരിക്കും. നമുക്ക് ആവശ്യത്തിന് എടുക്കുക, കഴിക്കുക, പൂതി വരുമ്പോൾ ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കാം. അതിനാണ് ഇങ്ങനെ ചെയ്യണത്. പണ്ടുള്ളവർക്ക് അങ്ങനെ ചെയ്ത് വയ്ക്കും. ലേശം ഉപ്പിട്ടിട്ട് വേവിക്കുക. കുക്കറിൽ അപ്പോൾ അങ്ങനെ വേവട്ടെ. അപ്പം നമ്മളിതിൽ 6 വിസിൽ കൊടുത്ത് വെള്ളം ഊറ്റി കളയരുത്. വെള്ളം ഈ വെള്ളം ഊറ്റി കളയണം. അപ്പോൾ അത് നമ്മൾ ഊറ്റിയാണ്. ഇത് വെള്ളമൊക്കെ വാർന്ന് മതി, കുഴപ്പമില്ല, ഇരിക്കില്ല. ഇനി ഇതിലേക്ക് നാളികേരം, പച്ചമുളക്, വെളുത്തുള്ളി, ഒരു നുള്ളു നല്ല ജീരകം കുറച്ച് അരയ്ക്കുക. ഇതൊക്കെയാണ് സാധനം. കരിവേപ്പിൻ്റെ ഇല, നല്ല ജീരകം, പച്ചമുളക്, വെളുത്തുള്ളി. പിന്നെ വേറെ എക്സ്ട്രാ ഇടാനാണ് അതിൽ. ഇത് കൂടെ അരയ്ക്കുക. ശകലം കൂടെ ഉപ്പ് വേണം കേട്ടോ. ശകലം മഞ്ഞൾപ്പൊടി. എന്നിട്ട് ഇതിലിട്ട് ശകലം മഞ്ഞൾപ്പൊടി ഇട്ടു. ഇതെല്ലാം കൂടെ ഇത് തട്ടിയിട്ട് അതെല്ലാം നമ്മൾ കുത്തി ഇങ്ങനെ ഉടക്കുക. നല്ലോണം ഉടഞ്ഞിട്ട് അടുപ്പത്തേക്ക് വയ്ക്കുക. അപ്പോൾ വെള്ളത്തിന് തുള്ളി കുറവ്. ഒന്ന് വേവണ്ടേ ഇതൊക്കെ. മറ്റേ കപ്പ പോലെയല്ല അത്. കുറച്ച് വരണ്ട് നിൽക്കും. നല്ലോണം മാറും. ആ ചെറിയൊരു പച്ചമണം മാറോളം ഒന്ന് വേവിക്കുക. ഇതൊക്കെ പച്ചക്കല്ല ചതച്ചിട്ട് അത് മാറിട്ടോ. അപ്പോൾ ഒരു ലേശം വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കരുത്. ഞാൻ അത് അവിടെ തന്നെയാണ് ഒഴിക്കുക. എനിക്ക് വെളിച്ചെണ്ണ ഇല്ല. പക്ഷെ ഞാൻ വെളിച്ചെണ്ണ ഇപ്പോൾ ഉപയോഗിക്കാറില്ല. കറിവേപ്പില എന്നിട്ട് വാങ്ങാം. കഴിഞ്ഞു. അത്രയേ ഉള്ളൂ. ഗ്യാസ് ഓഫാക്കുക. അപ്പം ഇതാണ് നമ്മളെ കപ്പ, വട്ടക്കപ്പ. നല്ല മണക്കുണ്ട്. ടേസ്റ്റ് നോക്കണമെങ്കിൽ നോക്കാം. സൂപ്പർ. നല്ല മീൻകറിയോ തൈര് അടച്ചതോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല രസം.